ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ വെരി ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ എടുക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ പോസ് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. വ്ളോഗൊക്കെ ഓരോ വ്ളോഗ് കാണുമ്പം വിചാരിക്കും എന്തൊരു ഈസിയാണ്, പക്ഷേ ഓരോന്നെടുത്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഓരോ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ വ്ളോഗ് എടുക്കുക എന്നുള്ളത്. അപ്പം അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം എന്തായാലും ഒരു വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കോൺഫിഡൻസ് വന്നു എന്നല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഓരോ സജഷൻസും ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ കൂടെ എൻ്റെ ഈ ജേർണിയിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിതാ ഫാമിലി ആയിട്ട് യൂറോപ്പിലേക്ക് ട്രിപ്പ് പോവാണ്. ഞാൻ, അമ്മ, ഡാഡി, പിന്നെ ചേട്ടനും ചേച്ചിയും US പാരീസിലോട്ട് ജോയിൻ ചെയ്യും. അവർ ഡയറക്റ്റ് പാരീസിലേക്ക് എത്തുക ചെയ്യാം. അപ്പം ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടനെയും ചേച്ചീനെയും കുറച്ച് കാലത്തിന് ശേഷം പിന്നെയും കാണാൻ പറ്റുകയാണ്. അപ്പം അവരെയും കാണാൻ പറ്റും. അപ്പം ഒരു വ്ളോഗും കൂടെ തുടങ്ങാം. അപ്പം വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ കൊച്ചിയിലേക്ക് വന്നു. ഇവിടെ എയർപോർട്ടിൽ തന്നെയാണ് റൂം എടുത്തത്. അപ്പം നാളെ രാവിലെ ഏർലി മോർണിംഗ് ഒരു 7 o'clock 6:30 എങ്ങനെയാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ റൂമൊക്കെ എടുത്തു, എയർപോർട്ടിൽ തന്നെ റൂം എടുത്തു. ഇനി ഞങ്ങൾക്ക് താഴെ പോയി ഭക്ഷണം കഴിക്കണം. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ താഴെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം അമ്മയും ഡാഡിയും എല്ലാം ഫ്രഷ് ആവാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ അവർ ഫ്രഷായി, ഞാനൊന്ന് മുഖമൊക്കെ കഴുകി താഴേക്കൊക്കെ പോയി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇനി അത് കാണിക്കാം ഞാൻ. അമ്മ മുഖമൊക്കെ കഴുകി വന്ന് ഞാനും മുഖമൊക്കെ കഴുകി ഫ്രഷായി. നമ്മളിതാ ഇനി താഴേക്ക് പോകാൻ പോവാണ്. അങ്ങനെയുള്ളൂ, ചോദിച്ചാലും തരില്ല. ഡാഡി കെറ്റിലെല്ലാം വാങ്ങിക്കൊണ്ടെന്നാണ് നാളെ രാവിലെ. അപ്പോൾ ഇവരുടെ അടുത്ത് കെറ്റിൽ വെച്ചപ്പോൾ കെറ്റിൽ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കെറ്റിലൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഡാഡി നാളെ രാവിലെ ചായയോ കാപ്പിയോ കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പോവാം എന്നാല്. ഓക്കെ, ലെറ്റ്സ് ഗോ. ദൂരെ എന്ന് പറഞ്ഞാ ഇവിടെയോ? ഓക്കെ, എയർപോർട്ടിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ചെക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ദൂരെ ഒന്നും പോകാൻ പറ്റില്ല. എന്തായാലും പോയിട്ട് വരാവാ. വെറുതെ ഒരു മിറർ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തതാ. ഇവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ കളിക്കുക നമ്മൾ. പോവാ, കുറേ നേരം പോവാന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മളിതിങ്ങനെ നടക്കുക. നമ്മൾ 3rd ഫ്ലോറിലാണ്. ഇനിയിപ്പോൾ ലിഫ്റ്റ് വന്നു. എന്താ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ നടന്നു അവിടെ ഇവിടെയൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച്. മെയിനായിട്ട് ട്രിപ്പ് എന്ന് പറയുമ്പം കഴിക്കുകയാണല്ലോ. അപ്പം ഓരോന്നിങ്ങനെ കഴിക്കണം. ഇവിടെ ക്ലബ് സുലൈമാനി അങ്ങനത്തെ കുറച്ച് കടകൾ കാണുന്നുണ്ട്. എന്താ ഓർഡർ ചെയ്തേ? ഞാനൊരു വടയും ഒരു പരിപ്പും. ഒരു വടയും ഒരു പരിപ്പും. എന്താ ഓർഡർ ചെയ്തേ? ഒരു വട, ഒരു കൊഴുക്കട്ട, ഒരു വെജ് സമൂസ, പരിപ്പ് വട, 2 കാഫി. ഇത്രയും വാങ്ങി. ഞാനൊരു ബബിൾ ടീ വാങ്ങി. ബബിൾ ടീ പണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചതല്ല. ക്ലബ് സുലൈമാനി. സമൂസ, പരിപ്പുവട, വട, പിന്നെ അത് കൊഴുക്കട്ട. എനിക്ക് കൊഴുക്കട്ട വലിയ ഇഷ്ടമല്ല. സമൂസ ഞാൻ വാങ്ങിയത് നല്ല സമൂസ അയച്ചോക്കട്ടെ. എയർപോർട്ടിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമുണ്ടല്ലേ. നല്ല കാറ്റുണ്ട് ഇവിടെ. ആ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് അപ്പോഴാണ് മനസ്സിലാവുന്നത്. നാളെ പോകാനുള്ള വഴിയൊക്കെ ഇങ്ങനെ നോക്കി വെച്ച് നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. പുതിയതല്ല. ഇന്ന് രാത്രി ഹർത്താലോ ബന്ധോ ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. ബിസിനസ് ജെറ്റ് ടെർമിനൽ
അടിപൊളിയാണ്. ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ റൂം എടുത്തുകൊണ്ട് ഡാഡിക്ക് അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ പറയുക, വേറെ എവിടെയെങ്കിലും റൂം എടുത്താൽ ഈ പെട്ടിയും തൂക്കി ഇത്രയും ദൂരം ഇങ്ങോട്ട് വരണ്ടേ രാവിലെ. ഞങ്ങൾക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ ഇല്ല. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കെല്ലാം ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ ഡാഡി ഇങ്ങനെ പറയുകയാണ്. പ്രായമായ ആൾക്കാരുടെ ഓരോ ആകുലതകളിൽ കൂട്ടിയാൽ മതി. ഈശ്വര, ഇങ്ങനത്തെ കുറച്ച് ഫിലോസഫീസ് കേൾക്കാൻ പറ്റും. ഞങ്ങൾക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും വെറുതെ റൂമിൽ പോകല്ലേ. റൂമിൽ പോയിട്ട് എന്ത് ചെയ്യും? അതാണ്, റൂമിൽ പോയിട്ടൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഊനോ മറ്റേ കാർഡ്സ് അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതോ ഇപ്പോൾ ഇതാ ഞങ്ങൾ റൂമിൽ തന്നെ എത്തി. എല്ലാവരും ഫോണിലും ഒരു റെസ്റ്റിംഗ് ടൈമാണ്. എല്ലാവരും ഇങ്ങനെ ഓരോരോ സൈഡിലിങ്ങനെ ഡാഡി അവിടെ ഫോൺ ചെയ്യുന്നുണ്ട്, അമ്മ ഇങ്ങനെ വാട്സാപ്പിലും ഇൻസ്റ്റയിലൊക്കെ കളിക്കാം. ഞാനും ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ഇനി താഴേക്ക് തന്നെ പോകണം. അപ്പോൾ അപ്പം കാണാം. ഞങ്ങളിതാ പിന്നെ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ബിരിയാണിയും എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ഓർഡർ ചെയ്ത്. അപ്പോൾ ഇനി വേഗം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണം. എല്ലാവരും നല്ല ടയേർഡാണ്. വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഞങ്ങൾ ബിരിയാണി വാങ്ങി, ചപ്പാത്തി വാങ്ങി, ഡാഡിയും ചപ്പാത്തി, ഞാൻ മാത്രം ബിരിയാണി വാങ്ങി. ഇതാ കഴിക്കാൻ പോവാണ്. ഇനി ഇതാ അത് വേഗം കഴിച്ചിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങണം. അങ്ങനെ ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രഷ് ആയത്. അമ്മയും ഡാഡിയൊക്കെ ഓൾറെഡി ഫ്രഷായി കിടക്കാൻ പോവാണ് എല്ലാവരും കൂടെ. നാളെ രാവിലെ നേരത്തെ എണീക്കണം. 4:30-5 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എണീറ്റിട്ട് ടെർമിനൽ 3 എത്തണം. ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം എന്തായാലും ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വ്ളോഗായിട്ട് കാണാം. അപ്പം അതുവരെ ബൈ.